എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓണസദ്യയാണ്. എന്നാൽ നമുക്ക് സദ്യ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാറിന് പരിപ്പ് പ്രത്യേകം വേവിച്ച് കഷ്ണങ്ങളിൽ ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്തിട്ട് നമുക്കിതിലേക്ക് ഉള്ളി, വറ്റൽമുളക്, കറി ലീവ്സ്, വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൂടെ തക്കാളിയും ഇട്ട് നമുക്കൊന്ന് എണ്ണയിൽ വഴറ്റി ചേർക്കാം. ഇത് കഷ്ണങ്ങളുടെ കൂടെ ഇട്ട് വേവിച്ചാൽ അത് വെന്തുടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുന്നത്. ഇതിലേക്ക് തന്നെ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ നമ്മൾ വറുത്തരച്ച സാമ്പാറാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച സാമ്പാറിന് വേണ്ട തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങയും 1/2 സ്പൂൺ മുളക് പൊടി 1 സ്പൂൺ മല്ലിപ്പൊടിയായിട്ട് നന്നായിട്ട് വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ആവശ്യത്തിന് വേണ്ട പുളി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കാം. നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതൊന്ന് വെന്തിട്ട് വേണം തേങ്ങ വറുത്തരച്ച് ചേർക്കാം. നമുക്ക് ഈ നേരം കൊണ്ട് നമുക്ക് എരിശ്ശേരി തയ്യാറാക്കാമേ. എരിശ്ശേരിക്ക് വേണ്ടി ഞാൻ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ തേങ്ങാപ്പാലിലാണ് വേവിക്കേണ്ടത്. മത്തങ്ങയും ചേനയും പച്ചത്തക്കയും ഇതെല്ലാം ഈക്വലായിരിക്കും. അപ്പോൾ ഞാൻ ചേനയും പച്ചക്കയും വേവുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ മത്തങ്ങ വെന്തിട്ട് നമുക്കിതിട്ട് കൊടുക്കാം. വെന്തോന്ന് നോക്കാം. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി വറുത്തരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ച് അരച്ച് വെച്ചേക്കുവാണ്. ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിക്ക് വേണ്ട മത്തങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന കായും ചേനയും കൂടെ ഇട്ട് കൊടുക്കാം.
കായും ചേനയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സാമ്പാറും എന്തോന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതങ്ങ് ഇറക്കാം. പുളിശ്ശേരി ഉണ്ടാക്കാമേ. പുളിശ്ശേരിക്ക് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. പൈനാപ്പിൾ പുളിശ്ശേരി. അപ്പോൾ ഒരു 1/4 ഭാഗം പൈനാപ്പിൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇതേപോലത്തെ കഷ്ണം. ഇനി നമുക്കതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന്. ഇവിടെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വേവട്ടെ. നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം എരിശ്ശേരിയുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം. എരിശ്ശേരിയുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ചതാണ് ചേർക്കാൻ പോകുന്നത്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കടുക് താളിക്കാനാണ്. എണ്ണ ഒന്ന് ചൂടാക്കാം. കടുക് ഇട്ട് കൊടുക്കാമേ. കടുക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും ചേർക്കണ്ട. തേങ്ങ നന്നായിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഈ വറവിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് ഗ്രീൻ പീസ് തോരനാണ്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കാം. ക്യാബേജും ഇട്ട് കൊടുക്കാം. പകുതി ക്യാബേജ് എടുക്കുന്നുണ്ടേ. ക്യാബേജിലേക്ക് നമുക്ക് ഇപ്പം കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒന്ന് വേവട്ടെ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവി നിന്നൊന്ന് വേവട്ടെ. പൈനാപ്പിൾ വെന്തോന്ന് നോക്കാമേ. പുളിശ്ശേരിയുടെ പൈനാപ്പിളൊക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും അരച്ചതാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ ആവശ്യത്തിന് തൈരൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക്
കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. പുളിശ്ശേരി ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഇപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ക്യാബേജ് തോരൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ഒരു 1/4 കപ്പ് കാണാൻ മതിയാവും. കുറച്ച് വേവിച്ച് വെച്ചതാണ്. അരപ്പിൽ തേങ്ങയും വെളുത്തുള്ളിയും മസാലയും ചേർത്തിട്ടുണ്ട്. അല്പം ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അല്പം പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് തേങ്ങയും കുരുമുളകും വെളുത്തുള്ളി. ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ക്യാബേജ് തോരനല്ല, ക്യാബേജ് ഗ്രീൻ പീസ് തോരനേ നമുക്കങ്ങ് ഇറക്കാം. വെണ്ടയ്ക്ക അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒരു കിഴങ്ങ് നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, പകുതി സവോള നീളത്തിലരിഞ്ഞത്, 2 വെണ്ടയ്ക്ക. നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്പം കടുവും കൂടി ഇട്ട് കൊടുക്കാം. കടുക്, മുളക്, അല്പം കറിവേപ്പില. ഇതിലേക്ക് നമുക്ക് സവോളയും കിഴങ്ങും ഇട്ട് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. കിഴങ്ങിനൊക്കെ ഇത്തിരി വേവുള്ളതായതുകൊണ്ട് അത് രണ്ടും കൂടെ വെന്തിട്ട് വേണം നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയുടെ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താണ് വേവിക്കേണ്ടത്. സവോളയും കിഴങ്ങൊക്കെ ഒരു അരഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല. എണ്ണയിൽ നിന്നാണ് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പം അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. നന്നായിട്ടൊന്ന് വഴറ്റി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് വേവണം. നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. അവിയൽ വെന്തോന്ന് നോക്കാം. അവിയലിൻ്റെ കഷ്ണമെല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും ജീരകവും അല്പം മുളക് പൊടിയും ചെറിയൊരു പച്ചമുളകും കൂടെ ചതച്ചിട്ടുണ്ട്. അവിയലിട്ട് അരപ്പിന് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ തൈരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അരപ്പുളി ഒക്കെ കിട്ടും, നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അവിയലെല്ലാം റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക അവിയൽ. പരിപ്പ് കറി വെക്കാമേ. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അരിഞ്ഞതും കുഞ്ഞുള്ളി അരിഞ്ഞതും 2 മുളകും ഇട്ട് കൊടുക്കാം. നോക്കട്ടെ. വെച്ചേക്കുന്ന പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാമേ. പരിപ്പിന് ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതങ്ങ് മാറ്റാം. ഓലൻ ഉണ്ടാക്കാമേ. അതിന് വേണ്ടി കുമ്പളങ്ങ, പടവളങ്ങ, പച്ചത്തേക്ക ഒരേ അളവിനെടുക്കണേ. അത് നമുക്കിതൊന്ന് തേങ്ങാപ്പാലിലൊന്ന് വേവിച്ചെടുക്കണേ. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
കുറച്ചും കൂടെ കട്ടിപ്പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. ഒന്ന് കുറുകിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കാം. കറിവേപ്പില പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളി പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. അരപ്പാകും സവോള കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളി, ചെറിയൊരു തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് വേവട്ടെ. തക്കാളി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി ഇത് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ തേങ്ങായും കടുകും കൂടെ അരച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയിട്ടിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇട്ടായിരുന്നു. ഇതിലേക്ക് നമ്മൾ തക്കാളി പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആറുമ്പം തൈര് ഒഴിച്ച് കൊടുക്കണം. മാമ്പഴ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കടുക് താളിക്കാം. ഇപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് മാങ്ങ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, തിരച്ചെടുത്തിട്ടുണ്ട്. പഴുത്ത മാങ്ങയാണ് കേട്ടോ. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു മാങ്ങ എല്ലാം വേകട്ടെ. മാമ്പഴം വെന്തോന്ന് നോക്കാമേ. വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടച്ചിട്ട് ഇതിലേക്കൊരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം മുളക് പൊടിയും കൂടെ സ്വല്പം മതി. കാൽ ഭാഗം ശർക്കര. ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതിലേക്കൊരു 3 സ്പൂണോളം വെളിച്ചെണ്ണ വേണ്ടി വരും. ഇതിൽ കടുക് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് കടുക്, 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഉരുളായിരുന്നത് ചെറുതായിട്ട് അരിഞ്ഞതാണ് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞ് ഇത് മൂപ്പിച്ചെടുക്കണം. ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര 1 സ്പൂൺ. ഇതിലേക്ക് പുളി പിഴിഞ്ഞത്, ഒരു ചെറിയ
നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പൈനാപ്പിൾ അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പഴുത്ത പൈനാപ്പിളാണെങ്കിൽ നല്ലതായിരിക്കും പായസത്തിന്. ഇതിപ്പോൾ പഴുത്തിട്ടില്ല കേട്ടോ. ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കാം. പൈനാപ്പിളിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർക്കുന്നത് വെച്ചാൽ പൈനാപ്പിൾ പുളി ആയതുകൊണ്ട് ചിലപ്പോൾ പാലൊഴിക്കുമ്പോഴേ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മധുരം നോക്കിയിട്ട് നമുക്ക് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാമേ. അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പ്രഥമനാണ്. കുമ്പളങ്ങ അടമാതിരി അടയുടെ ഷേപ്പിൽ അരിഞ്ഞെടുക്കണേ, ചതുരത്തിൽ. കുമ്പളങ്ങ ഒന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കണേ. ഒന്ന് ചെറുതായിട്ടൊന്ന് കുമ്പളങ്ങ വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ ശർക്കര ഒഴിച്ച് കൊടുക്കാം. നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാമേ. ഒരു സ്പൂൺ ചവ്വരിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചവ്വരി വേവിച്ച് വെച്ചതാണ്. ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഓണസദ്യ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഡിഷുമായി അടുത്ത ദിവസം വരുന്നതാണ്.